ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് EWSന് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ്. ജനറൽ കാറ്റഗറിക്ക് നൽകുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള സംവരണമാണ് EWS എന്ന് പറയുന്നത്. അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. ഇതിൽ എല്ലാവർക്കും അയക്കാൻ കഴിയില്ല. ഇതിലും ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ പോലും ഇതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അത് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് EWSന് അപേക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ EWS അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം നമുക്ക് അതായത് അക്ഷയ സെൻറ്ററിൽ നമുക്ക് ലഭിക്കും. നമ്മുടെ അടുത്തുള്ള ഏതാണോ അക്ഷയ സെൻറ്ററിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അപേക്ഷാ ഫോം ലഭിക്കുന്നതായിരിക്കും. അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റിനുള്ള ഈ കാണിച്ചിരിക്കുന്ന ഫോമും തരുന്നത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസിലാണോ താലൂക്ക് ഓഫീസിലാണോ നിങ്ങൾക്ക് നൽകേണ്ടത്, അതായത് ഏത് ഓഫീസിലാണോ ആവശ്യമനുസരിച്ചുള്ള ഏത് ഓഫീസിലാണോ നൽകേണ്ടത് അവിടെ കൊണ്ട് അത് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫോമല്ല, ഇത് സർട്ടിഫിക്കറ്റ് ഫോമാണ്. അപ്പം ഇത് പൂരിപ്പിക്കുന്നത് നമ്മൾ നൽകുന്ന, അതായത് ഇതിപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത് വില്ലേജ് ഓഫീസറാണ് ഇത് പൂരിപ്പിച്ച് തരുന്നത്. ഇവിടെ നമ്മൾ റീസെൻറ്റ് പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ മാത്രം ഒട്ടിച്ച് നൽകുക. ഈ ഞാൻ കാണിച്ചിരിക്കുന്ന ഫോം പൂരിപ്പിക്കേണ്ടത് വില്ലേജ് ഓഫീസിലുള്ളവരാണ്. അപ്പം അപേക്ഷാ ഫോം പൂരിപ്പിച്ചതിന് ശേഷം നൽകേണ്ട കോപ്പികൾ SLC സർട്ടിഫിക്കറ്റ്, കരമടച്ച രസീത്, പിന്നെ റേഷൻ കാർഡ് കോപ്പി, ആധാറിൻ്റെ കോപ്പി തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ആദ്യം നമ്മൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഈ അതത് കോപ്പികളോടൊപ്പം വില്ലേജ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കുട്ടികളാണ് അയക്കുന്നതെങ്കിൽ, കല്യാണം കഴിക്കാത്ത കുട്ടികളാണ് അയക്കുന്നതെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും സ്വത്ത് വിവരങ്ങൾ അവിടെ നൽകണമെങ്കിൽ മാത്രമേ അവിടെ ഇൻകം അവർക്കത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ വില്ലേജ് ഓഫീസിലാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ അവരവിടുന്ന് എഴുതിത്തരും. അമ്മയുടെ വില്ലേജ് ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്ത് അമ്മയുടെ സാമ്പത്തികം എത്രയാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവരാവശ്യപ്പെടും. അങ്ങനെയെങ്കിൽ നമ്മൾ അമ്മയുടെ ആ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് അമ്മയുടെ കുടുംബം താമസിക്കുന്ന ആ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് നമ്മളത് അവിടെ ഒന്നുമില്ല അല്ലെങ്കിൽ ഉണ്ട് എന്നറിയുന്ന ആ ഒരു റിപ്പോർട്ടും വാങ്ങി വരണം. അത് വില്ലേജ് ഓഫീസിലേക്ക്, നമ്മുടെ ഈ വില്ലേജ് ഓഫീസ് നമ്മൾ അയക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് മറ്റേ വില്ലേജ് ഓഫീസിലേക്ക് നമുക്ക് എഴുതി തരും. അതിനുശേഷം ആ വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി തന്ന ഇതുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷാ ഫോം കൊടുത്തിരിക്കുന്ന വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടുന്ന് ഫില്ല് ചെയ്ത് തരും. പിന്നെ ഇതാണ് സർട്ടിഫിക്കറ്റിൻ്റെ ഇത്. നമുക്ക് നമ്മൾ എന്തിനാണോ അപ്ലൈ ചെയ്യുക, ഇപ്പോൾ PSCക്കാണെങ്കിൽ PSCക്ക്, അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകി അതിനൊക്കെ അപ്ലൈ ചെയ്യാം.